ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ കാണുന്നത് എന്താണെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എല്ലാ ചങ്കുകളും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വണ്ടി സംബന്ധമായിട്ടുള്ളൊരു മെയിൻ സാധനമാണിത്. ഒരുവിധം വണ്ടിപ്പണിക്കാർക്ക് മറ്റുള്ള മെക്കാനിക്കുകൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സാധനമാണ്. അറിയുന്ന ആൾക്കാരെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ വന്നേക്കണത് ചാലക്കുടിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് വണ്ടി പണിയുണ്ട്. ആളുടെ വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. ഞാനും കൂടി സഹായിക്കാനായിട്ട് നിന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വണ്ടിയുടെ മെയിൻ പ്രധാന ഘടകമാണ് ഈ സാധനം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമ്മൾ കാട്ടണുള്ളൂ. നമ്മളിതിന് പണിയുന്ന വീഡിയോയും കൂടി നമുക്ക് കാണുമ്പോൾ ഒരു ഇതെല്ലാവർക്കും മനസ്സിലാവും. നമസ്കാരം, വിനോണം. അപ്പോൾ ഞാനെന്നുള്ളത് ചാലക്കുടിയിലാണുള്ളത്. ഞാൻ ചാലക്കുടിയിൽ മുന്നേ നമ്മുടെ ചാലക്കുടി മെക്കാനിക്കായ മനീഷാൻ്റെ വീഡിയോ നമ്മളിതിന് മുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നിപ്പോൾ വണ്ടിയുടെ റിങ്സ് മാറണം. റിങ്സ് അതിൻ്റെ ഓയിൽ എല്ലാ കംപ്ലൈൻറ്റുകളും സാധനങ്ങളൊക്കെ തീർത്ത് വണ്ടിയുടെ ഫുൾ എഞ്ചിൻ ബാങ്ക് പക്കയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ലൈവായിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. നമ്മൾ മുന്നേ മനുഷ്യൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. മനുഷ്യൻ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ വണ്ടിയുടെ ടർബോ മാറ്റിക്കാരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാലക്കുടിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളുടെ നമ്പർ നമ്മൾ വീഡിയോയുടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാത്രിക്കും ആൾ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വഴിയിൽ എവിടെയെങ്കിലും വന്ന് വണ്ടി പണിയാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ചാലക്കുടിയിലെ മനീഷേട്ടൻ. നമ്മുടെ വണ്ടി ഇപ്പോൾ എൻജിൻ റിങ്സ് മാറാൻ പോകുന്ന നമ്മുടെ മെയിൻ മെക്കാനിക്ക്. മനുഷ്യടുത്ത് തുടങ്ങാം. ഞാൻ വീട്ടിലിരുന്നപ്പോഴേ നമ്മുടെ ഒരു ചങ്കിൻ്റെ വണ്ടിയാണ്. അതായത് ഞാൻ ഇടയ്ക്ക് പോകാറുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടേ തുടങ്ങിയ ആളുടെ ലോറിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു പരിചയമാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഇപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ആൾ വീട്ടിൽ ഫ്രീ ആയിരുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുവന്ന് ആൾക്കൊരു ഹെൽപ്പിന് വേണ്ടി എന്നെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ഷൂട്ട് ചെയ്ത റിങ്സ് മാറുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും വണ്ടിപ്പണിക്കാർക്ക് മനസ്സിലാവും. നമ്മുടെ ചില വണ്ടിയെ സംബന്ധമല്ലാത്ത പരിചയമില്ലാത്ത ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഈ വണ്ടി ഓടുന്നത് മാത്രമാണ് നമ്മുടെ എല്ലാ ജനങ്ങളും കാണുന്നുള്ളൂ. ഈ വണ്ടിക്ക് അതിൻ്റേതായ കുറേ ചിലവുകളും കാര്യങ്ങളും അതിൻ്റേതായ കുറേ മെയിൻ്റെയിൻ ചെയ്താണ് വണ്ടി എല്ലാവരും കൊണ്ടു നടക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഈ റിങ്സൊക്കെ മാറുന്നതും എൻജിൻ പണിയുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവും ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു പണിയും കൂടിയാണ്. നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് ജോൺ ചേട്ടനുണ്ട്. അങ്ങനെ അതുപോലെ ആളുടെ ഒരു ക്ലീനറുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള വണ്ടിക്കാരുണ്ട്. ഈ അടിയിലിരുന്ന് പണിയുന്നതാണ് നമ്മുടെ ആശാൻ ജോൺ ചേട്ടൻ, ഈ വണ്ടിയുടെ ഓണർ. ഒരു വണ്ടിയുടെ ഓണർ മെക്കാനിക്കും കൂടിയാണ് ആൾ. എഞ്ചിനീയറിംഗ് IT പാസിംഗ് ആണ്. നല്ലൊരു വണ്ടിയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയും കൂടിയാണ്. അതാണ് ആൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് വന്നിട്ട് അടിയിലിരുന്ന് പണിയാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേറിയൊരു മുഷിപ്പും കൂടിയിട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ ഈ മെക്കാനിക്ക് എന്ന് പറയുന്നത്. വണ്ടിപ്പണിയിൽ ഇങ്ങനെ എൻജിൻ റിങ്സ് സാധനങ്ങളൊക്കെ പണിയാൻ, അല്ലെങ്കിൽ വണ്ടിയുടെ മെയിൻ ഭാഗങ്ങളടിയിലുള്ള പണിയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമല്ല, ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകിട്ടാവും, രാത്രിയാവും ഈ പണി തീരുമ്പോൾ. ഞങ്ങളതിൻ്റേതായ ഒരു ടെൻഷനിലും അതിൻ്റേതായ ബുദ്ധിമുട്ടിലും പണിയിലും തിരക്കിലുമാണ്. അതിനിടയിൽ നമ്മളിവിടെ തൊട്ടടുത്ത് നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് കുറ്റിയിൽ കണ്ട ചോറൊക്കെ വെച്ച് റെഡിയാക്കി നമ്മുടെ സണ്ണിച്ചേട്ടൻ കറി വെച്ച ബീഫും ഉള്ളിയും അടിപൊളി ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സണ്ണിച്ചേട്ടൻ. ആളുടെ കലാവിരുദ്ധമായിരുന്നു നമ്മുടെ ഫുഡിൽ. അപ്പോൾ എല്ലാവരും
ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് അവർ കഴിക്കിട്ട്. അപ്പോൾ അവർക്ക് അർജൻറ്റായ കാരണം അവരിപ്പോൾ കാലത്ത് തുടങ്ങി പണിയെടുത്തിട്ടുണ്ടെങ്കിലും ആൾക്കാർ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 10-11 മണിയായി ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതിനണ്ട അതിൻ്റെ ഓരോ റിങ്സിൻ്റെ ഇതും സെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യനും നമ്മോട് വർത്താനം പറയാൻ സമയം കിട്ടണില്ല കേട്ടോ. കാരണം ഇത് വൈകിട്ടാകുമ്പോഴേക്കും തീർക്കണം എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ആൾ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി വീഡിയോസുകൾ ഇങ്ങനെ കാണാം. ഇവരെന്തായാലും നമ്മൾ ബുദ്ധിമുട്ടിക്കണില്ല. എന്നാലാവുന്ന കുറച്ച് സഹായങ്ങളൊക്കെ ഞാനും ചെയ്ത് കൊടുക്കട്ടെ. കണ്ടമാന സമയം വീഡിയോ എടുത്തത് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്പാനർ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് സഹായങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ അതിനിടയിൽ എടുത്തു വെച്ചു കുറച്ച് വീഡിയോസ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മെക്കാനിക്കിന് ആവശ്യമുണ്ടെങ്കിൽ ചാലുകളിൽ വരുമ്പോൾ മനുഷ്യനെ വിളിക്കുക. വണ്ടികൾക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആൾ ക്ലിയർ ചെയ്ത് തരും. നമ്മുടെ ഒരു ചങ്ങാതിയും കൂടിയാണ്. എൻജിൻ, റിങ്സ്, അതേപോലെ തന്നെ ഹൗസിങ്, ഗിയർ ബോക്സ് എല്ലാ പണികളും ആൾ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ പണികൾ ചെയ്യുമ്പോഴേ തിരക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ചൊവ്വാവില്ല. അതുപോലെ തന്നെ ഇതിന് ക്ഷമ വേണം, ശ്രദ്ധ വേണം. ഇതാണ് മെയിൻ സംഭവം വണ്ടിയുടെ. അപ്പോൾ അതിൻ്റേതായ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. വീഡിയോ കാണുക. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കണ്ടുവയ്ക്കുക.